PR വിവാദത്തിൽ മൗനം തുടർന്ന മുഖ്യമന്ത്രിയും സർക്കാരും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കുമെന്ന് അറിയുന്നു. ഷഫീദ് റാവുത്തർ മറ്റു വിവരങ്ങൾ നൽകും. പറയൂ ഷഫീദ്. SK മലപ്പുറം വിവാദം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഒരു ആയുധം അത് തിരിഞ്ഞുകൊത്തിയ അല്ലെങ്കിൽ തിരിച്ചടിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കുള്ളത്. മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ പെട്ട അവസ്ഥയിലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. SK അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിക്കുള്ള സ്വീകാര്യത അത് തകർക്കാനുള്ള ഗൂഢലക്ഷ്യം എന്നുള്ളൊരു പ്രതിരോധമാണ് ഇപ്പോൾ CPIM ഉയർത്തുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ കത്തിന് പിന്നാലെയാണ് ദ ഹിന്ദു ദിനപത്രം ഈ അഭിമുഖം PR ഏജൻസി വഴിയാണ് നടത്തിയതെന്നും വിവാദ പരാമർശം കെയ്സൺ PR ഏജൻസി രേഖാമൂലം എഴുതി നൽകിയതാണെന്നും വിശദീകരിച്ചത്. ഇതോടുകൂടി ഏറെക്കാലമായി കുപ്പിയിലടച്ചു വെച്ച PR എന്ന ഭൂതത്തെ ദ ഹിന്ദുവിൻ്റെ വിശദീകരണത്തോടുകൂടി തുറന്നുവിട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം അവസ്ഥയുണ്ടായാൽ പാർട്ടി അവരുടെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വിവാദത്തിൽ ആ രീതിയിലുള്ള ഒരു പ്രതിരോധം അത് CPIMൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇതിനിടയിലാണ് ഈ അഭിമുഖം നടക്കുന്ന സമയം മുൻ CPM MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം ഒപ്പമുണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വന്നത്. മാത്രവുമല്ല, ഇതുവരെയും ഈ പ്രതികരണം നടത്തിയ മന്ത്രിമാർ PR ഏജൻസി വഴി അഭിമുഖം നടത്തേണ്ട കാര്യം മുഖ്യമന്ത്രിക്കില്ല എന്നുള്ള പ്രതികരണം മാത്രം. അതിനപ്പുറത്തേക്ക് മറ്റ് നിലപാടുകൾ, പ്രത്യേകിച്ച് PR ഏജൻസി വഴി നടത്താതിരുന്ന കാര്യമായിട്ടും ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാൻ തയ്യാറാണോ, അതല്ലെങ്കിൽ ഈ വിവാദ പരാമർശത്തിന് ആര് ഉത്തരവാദി, മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ദുർവ്യാഖ്യാനം നടന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും അക്കാര്യത്തിൽ ഇടപെടുന്നില്ല, മൗനം പാലിക്കുന്നില്ല എന്ന ചോദ്യം സജീവമായി ഉയരുന്നുണ്ട്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാതിരിക്കുകയാണ്. അതിനു മുൻപ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനുള്ള നീക്കം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യങ്ങളിലൊക്കെ വിശദീകരണം നൽകിയേക്കും. ഷഫീദ് റാവുത്തർ.